കരുണക്ക് പകരം അവർ കൊണ്ടുവന്നത് ക്രൗര്യമാണ്, സ്നേഹത്തിന് പകരം ഭീകരതയാണ്, ഐക്യത്തിന് പകരം അനൈക്യമാണ്, സാഹോദര്യത്തിനും സൗഹൃദത്തിനും പകരം സംഘർഷഭരിതമായ സാഹചര്യമാണ്. അതാരിൽ നിന്നുണ്ടായതാ? വഹാബിയിൽ നിന്നുണ്ടായതാ. കാരണം അവനും ഇസ്ലാമും തമ്മിൽ ബന്ധമില്ല, അവനും മശായിഖും തമ്മിൽ ബന്ധമില്ല. എന്തൊക്കെയാ പറഞ്ഞു വെച്ചത്? ദീനുമായി ബന്ധമില്ല, മശായിഖന്മാരുമായി ബന്ധമില്ല, ഇവർ ഇസ്ലാമല്ല. തെറിയൂർ സഖാഫി ഇതാ പിടിച്ചോ, ഇതിന്റെ നേതാക്കന്മാർ തന്നെ എഴുതി വെച്ച പച്ചത്തോതിവാസം. ഇതാ പുസ്തകം വായിച്ചോ, ആധുനിക പ്രശ്നങ്ങൾ ഫിഖിഹിലൂടെ എന്ന പുസ്തകം. അത് ആരെഴുതിയതാണ്? ഹുസൈൻ കാമിലി ഓമാച്ചിപ്പുഴ, നിന്റെ നേതാവ് തന്നെയാണല്ലോ. ഇതിന് അവതാരിക എഴുതിയതാരാണ്? സാക്ഷാൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ, ഇതിന്റെ പഴയ ഷെയ്ഖ്, ഔലിയാക്കള മുഷാവറയിൽ അംഗമാണ് എന്നൊക്കെയാണല്ലോ പണ്ട് നീയൊക്കെ വിളിച്ചു പറഞ്ഞത്. അതിന്റെ 48ാമത്തെ ഒരു ഹെഡിങ് അമുസ്ലിമും മതവേദിയും. എന്നിട്ട് പറയുകയാണ്, അമുസ്ലിങ്ങൾ നമ്മുടെ വേദിയിൽ പങ്കെടുക്കലും നാം അവരെ പങ്കെടുപ്പിക്കലും കറാഹത്താണ്. നമ്മോട് ഇടകലരാൻ അവർക്ക് നാം അവസരം നൽകരുത്. അപ്പോൾ എന്താ സംഭവിക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതൊക്കെ നിങ്ങളുടെ ആളുകൾ എഴുതി വെച്ചാണ്. പച്ച വർഗീയത, പച്ചത്തോന്നിവാസം, ഊണിലും ഉറക്കിലും മുസ്ലിം വിരോധം കുത്തിവെച്ച് മുസ്ലിങ്ങളൊക്കെ രാജ്യദ്രോഹികളാണെന്ന് പറയുന്ന ചൂനക്കികളുടെ ചെരുപ്പ് നക്കികളായി അവരുടെ സ്റ്റേജിൽ നിരങ്ങിയവനല്ലേ നീ അടക്കമുള്ള മുസ്ലിയാക്കന്മാർ. എന്തൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവരുടെ സ്റ്റേജിൽ കയറി നിന്ന് ബാബരി മസ്ജിദ് പൊളിച്ചത് മുസ്ലിം ലീഗ് ആണെന്ന് ഉളുപ്പില്ലാതെ പറഞ്ഞില്ലേ? അന്ന് ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ അവരെ കൂടല്ലേ? അപ്പൊ മുസ്ലിം ലീഗും കോൺഗ്രസും കൂടി പള്ളി പൊളിച്ചില്ലേ? അപ്പോൾ BJP-ക്കാരല്ല പള്ളി പൊളിച്ചത്. സത്യം മനസ്സിലായോ? നിന്റെ വർഗത്തിൽപ്പെട്ട ഒരു പുരോഹിതൻ നേരത്തെ വായിച്ചതിന്റെ തൊട്ട് ശേഷം പറയുന്നത് എന്താണ്? അവനെ വന്ദിക്കലും സദസ്സിൽ അധ്യക്ഷനാക്കലും ഹറാമാണ്. ഒരു നിലക്കും അവരുമായി സ്നേഹബന്ധം പുലർത്താനോ അവനിലേക്ക് ആകർഷിക്കാനോ പാടില്ല. അവൻ സ്വന്തം പിതാവോ പുത്രനോ ആണെങ്കിലും ശരി, സ്വന്തം പിതാവാണെങ്കിലോ അതല്ലെങ്കിൽ പുത്രനാണെങ്കിലോ അവൻ കാഫിറാണ് എങ്കിൽ ഒരു രീതിയിലും ബന്ധപ്പെടാൻ പാടില്ല എന്നാണ് എന്റെ നേതാക്കന്മാർ എഴുതി വെച്ചിട്ടുള്ളത്. പച്ച തോന്നിവാസം, പച്ച വർഗീയത എഴുതി വെച്ചു. എന്നിട്ട് പറയുകയാണ്, സ്നേഹത്തിന്റെ, ഐക്യത്തിന്റെ, സാഹോദര്യത്തിന്റെ ഉളുപ്പുണ്ടോ? വിഭാഗം എന്നത് ഒരു തരം ഉളുപ്പില്ലാത്ത കൗമാണ്. മലയാളത്തിൽ ഉളുപ്പ് എന്നൊരു വാക്കുണ്ട്. ഉളുപ്പ്, ഹിന്ദുമതക്കാരെയും മറ്റുള്ളവരെല്ലാം വിട്, മുജാഹിദുകൾ കാഫറാണ് എന്നൊക്കെ പറഞ്ഞു, ഹിന്ദുമതക്കാരെ കുറിച്ച് ഈ രീതിയിലൊക്കെ പറഞ്ഞു. എന്നാൽ ഇവരുടെ സ്വന്തം മറ്റേ ടീം ഉണ്ടല്ലോ, EK സമസ്തക്കാർ. പണ്ട് അരിസ്റ്റ കുപ്പി എറിഞ്ഞൊരു കഥയുണ്ടല്ലോ, അത് നമുക്കൊന്ന് കേൾക്കാം. അതൊക്കെ ഇടക്കിടക്ക് ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ്. ആ പേടിന്റെയും ബേജാറിന്റെയും ഒക്കെ കാലം കഴിഞ്ഞു പോയി. നിങ്ങളറിയോ, 50 എണ്ണത്തിന് ഒരു കുപ്പി കഷ്ണം കൊണ്ട് ഞാൻ നേരിട്ടിട്ടുണ്ട്. 50 എണ്ണത്തിന് ഒരു കുപ്പി കഷ്ണം കൊണ്ട് ഞാൻ നേരിട്ടിട്ടുണ്ട്. ഇവര് വിചാരിച്ചത് ആസിറ്റ് വെറുതാന്നാ. വെറുതെ പറയുന്നല്ല, 50 എണ്ണത്തിന് ഞാൻ ഒറ്റക്ക് നേരിട്ടിട്ടുണ്ട്. കുപ്പി കഷ്ണന്റെ കയ്യിൽ ആകെ 500-ന്റെ ഒരു അരിഷ്ട കുപ്പിയുടെ കഷ്ണം മാത്രമേ ഉണ്ടായിരുന്നു. ഇവര് വിചാരിച്ചത് ഏത് ആസിറ്റ് വെളുപ്പാന്നാ വിചാരിച്ചത്. എന്റെ ഒപ്പം 10 ഒന്നായിട്ടാണ് കൂടി. രാത്രി 1 മണിക്ക് ഞാൻ ഒറ്റക്കേണ്ടായിരുന്നു. 10 കൂടി ഷെയ്ഖുനാന്ന് വിളിച്ചു. എനിക്ക് ആദിക്കണ ധാരണ നമ്മളിപ്പോ രാത്രി ഇറങ്ങിയെടുക്കുമ്പോ വെറുതെ എന്തായാലും നടക്കൂലല്ലോ. വെറുതെ എന്തായാലും നടക്കൂല. ഞാനപ്പോ അതിന് മുൻകരുതൽ എന്നോണം ഒരു അരിഷ്ടത്തിന്റെ കുപ്പി നടു വിളിച്ചിട്ട് അരയെ തിരികെയും. ഈ അരിഷ്ട കുപ്പി ഇവരിന്റെ പിന്നാലെ 10 ഒന്നിച്ചു കൂടിയപ്പോ ഞാൻ തിരിഞ്ഞാണ് നിന്നിട്ട് ഈ അരിഷ്ട കുപ്പിയോട് ഒരൊറ്റ ഏറാണ് കൊടുത്ത് റോട്ടിൽ കിടന്നിട്ട് ചിലി 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 എന്ന് പറഞ്ഞപ്പോ ഇവരങ്ങ് പാഞ്ഞ് തടി വെപ്പുകയുണ്ടായി. അങ്ങനെ പാഞ്ഞ് തടിയപ്പിയിട്ട് പോട്ടെ, ഞാൻ നേരെ വന്ന് ടൗണിലേക്ക് വന്ന്, സ്ഥലമൊന്നും ഇപ്പൊ പറയില്ല. ടൗണിൽ വന്നപ്പോ അവിടെ ഒരു കൂട്ടർ കൊടി കെട്ടുന്നുണ്ട്. ഓരോട് പറഞ്ഞു, അവിടെ കോളേജിന്റെ അടുത്ത് നിങ്ങൾ കെട്ടിയ കൊടി മുഴുവൻ വലിച്ചിട്ടിട്ടുണ്ട്. ഇവര് പോയിട്ട് നിരത്തിയാണ്ട് വലിച്ചു. ഒരു വിഭാഗത്തിനോടുള്ള ശത്രുത മറ്റൊരു വിഭാഗത്തിന്റെ ഇടയിൽ പോയി ഫിത്ന പറഞ്ഞുകൊണ്ട്, കളവുകൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവർക്ക് എതിരാളികളായിട്ടുള്ള ആളുകളെ തല്ലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പച്ചത്തോന്നിവാസമല്ലേ? ഒരു മുസ്ലിമിന് പാടുള്ളതാണോ? ഈ രീതിയിൽ വിഭാഗീയതയും വർഗീയതയും ശത്രുതയും ഒക്കെ വെച്ച് പുലർത്തിയിട്ടാണ് പറയുന്നത്. മശായിഖന്മാരുടെ ആശീർവാദത്തിന്റെ സ്നേഹത്തിന്റെ വിളംബരം. ഉളുപ്പില്ല ചങ്ങായി, പാച്ചാ നോണയും പറഞ്ഞിട്ട് സമൂഹത്തെ പറ്റിക്കാൻ. ഇതേ തെറിയൂർ സഖാഫി തന്നെ ഇപ്പോ എടുത്ത് പുറത്തിറങ്ങിയതിനു ശേഷം ഒരു സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറഞ്ഞതാണ്. ആരെക്കുറിച്ച്? പഴയ അനുഭവം ഉണ്ടല്ലോ, പണ്ട് അതിലൊക്കെ ആയിരുന്നല്ലോ, അതിനെക്കുറിച്ച് പറയുന്ന ഒരു സംസാരമുണ്ട്. പണ്ടത്തെ ടൈഗർ ഫോഴ്സ് ഉണ്ടല്ലോ, ജമിയത്തുൽ ഇഹ്സാനി ഉണ്ടല്ലോ, അവരെന്തൊക്കെ സ്നേഹപ്രകടനമാണ് കേരളക്കരയിൽ നടത്തിയത്, എന്തൊക്കെ ഐക്യത്തിന്റെ ആഹ്വാനങ്ങളാണ് അവർ നടത്തിയത്. ഇതെന്താ വെള്ളരിക്കപ്പെട്ടണ? എടോ, ഇത് ഇന്ത്യ രാജ്യ. ഇത് അവരവർ വിശ്വസിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ച് ജീവിക്കാനും
വിശ്വസിക്കാനും ആ വിശ്വസിക്കുന്ന ആശയത്തെ പ്രചരിപ്പിക്കാനും ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന അനുവാദം തരുന്നുണ്ട്. ആ അനുവാദ പ്രകാരം കൃത്യമായി പ്രമാണങ്ങൾ ഉദ്ധരിച്ച് മതപ്രബോധനം നടത്തുന്ന പണ്ഡിതന്മാർക്ക് നേരെ സമസ്ത കുബൂരി പുരോഹിതന്മാർ നടത്തിയ വിളയാട്ടം, അക്രമങ്ങൾ, സ്റ്റേജുകൾ അടിച്ചു പൊളിക്കുക, ആ രീതിയിൽ എന്തൊക്കെ തോന്നിവാസങ്ങൾ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു രംഗം നമുക്ക് കാണാം. മുന്നറിയിപ്പുകാർ വന്നിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിനെതിരെ ശരിയായ നിലക്കുള്ള മറുപടി പറയാൻ ഏത് നിലക്കാണ് പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കുക? ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു പ്രത്യേകമായ അവസ്ഥ നമ്മുടെ മനസ്സിലുണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. കണ്ടില്ലേ സഹോദരങ്ങൾ, മുസ്ലിയാക്കന്മാർ ഒരു കാലത്ത് മുജാഹിദിന്റെ സ്റ്റേജിലേക്ക് അക്രമങ്ങൾ അയച്ചിളക്കിയിട്ടുണ്ട്. പാവപ്പെട്ട അറിവില്ലാത്ത സാധാരണക്കാരെ മുജാഹിദുകൾക്കെതിരെ അക്രമങ്ങൾ അയച്ചുവിടാൻ ഇവർ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബേജാറ് വേണ്ട. ഇവർ കേരളക്കരയിൽ എന്തൊക്കെ സ്നേഹപ്രകടനമാണ് നടത്തിയതെന്ന് ഇതേ തെറിയൂരിൽ നിന്ന് നമുക്ക് കേൾക്കാം. നിങ്ങൾ ഈ കാന്തപുരത്തിന്റെ ഗുണ്ടായിസം, പണ്ടത്തെ ടൈഗർ ഫോഴ്സ്, ജമിയത്തുൽ ഇഹ്സാനിയ, ആൾക്കാരെ കൊല്ലല്, അമുസ്ലിമീങ്ങളെ വാഹനങ്ങൾ കട്ടുകൊണ്ടുവരല്, സിനിമാ ടാക്കീസിന് തീ കൊടുക്കല്, കള്ളിഷാപ്പ് കത്തിക്കല്, അങ്ങനൊക്കെ ഗുണ്ടായിസം നടത്തിയ ഒരു കാലങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്കാ തീവ്രവാദികൾ ഇവരൊക്കെ ആ കൂടാരത്തിലായിരുന്നു. ഇവരൊക്കെ ആ കൂടാരത്തിലുണ്ടായിരുന്ന കാലഘട്ടത്തെ കുറിച്ചാണ് ഇവർ പറയുന്നത്. അന്ന് സലഫികൾക്ക് നേരെ ആക്രമണം നടത്തി മാത്രവുമല്ല, മറ്റുള്ള സ്ഥലങ്ങളിൽ മറ്റു ഇതര മതസ്ഥർക്കിടയിൽ ഒരാൾ സ്നേഹത്തിന്റെ, ഐക്യത്തിന്റെ, സാഹോദര്യത്തിന്റെ എന്നൊക്കെ പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കിയ സഹോദരങ്ങളെ, ഈ രീതിയിൽ ഗുണ്ടായിസം നടത്തിയ ടീം. ഇവനിപ്പോ പറഞ്ഞല്ലോ ജമിയത്തുൽ ഇഹ്സാനിയ, ടൈഗർ ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞല്ലോ. ആ ജമിയത്തുൽ ഇഹ്സാനിയ നടത്തിയ ക്രൂരത ആർക്ക് നേരെ? ഇതാ പത്രത്തിൽ വന്ന ഒരു വാർത്ത നമുക്ക് വായിക്കാം. 1999 മാർച്ച് 17 മാധ്യമത്തിൽ വന്ന വാർത്തയാണ്. 4 കൊലപാതകങ്ങൾക്ക് പിന്നിൽ ജമിയത്തുൽ ഇഹ്സാനിയ. 4 ആളുകളെ കൊന്നു. ഏത് 4 ആളുകളെയാണ് ഇവർ കൊന്നത്? എന്താണ് അതിൽ പറയുന്നത്? 1992 ബാബരി മസ്ജിദ് വിവാദങ്ങൾക്കിടയിലാണ് തൃശൂർ കേന്ദ്രീകരിച്ച് ജമിയത്തുൽ ഇഹ്സാനിയ രൂപവൽക്കരിച്ചത്. ഇതര മുസ്ലിം പ്രസ്ഥാനങ്ങൾക്ക് തീവ്രത പോരാ എന്ന വിശ്വാസത്തിലാണ് പുതിയ സംഘടനയ്ക്ക് രൂപം നൽകിയത്. പടനാപ്പള്ളി പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ നടന്ന രാജീവ് വധം, തൃശൂർ മതിലകത്തെ സന്തോഷ് വധം, പാലക്കാട് കൊല്ലങ്കോട്ടെ മണിവധം, വളാഞ്ചേരി താമി വധം എന്നിവയാണ് ഇവർക്ക് പങ്കുള്ളതായി തെളിഞ്ഞത്. ആരൊക്കെയാ കൊന്നത് എന്ന് മനസ്സിലായില്ല. അമുസ്ലിങ്ങളെയാണ് കൊന്നു തള്ളിയത്. ഇപ്പോൾ ഭീകര തീവ്രവാദ പ്രവർത്തനം നടത്തുന്നവർ ആരാണ്? ഞങ്ങളാണോ? സെലഫികളാണോ? ഇനി അത് മാധ്യമമല്ലേ, ജമാഅത്ത് ഇസ്ലാമിയുടെ പത്രമല്ലേ എന്നൊക്കെ പറഞ്ഞാണെങ്കിൽ ഇതാ മാതൃഭൂമിയിലും വന്നത് വലിയ വാർത്തയായി തന്നെ വന്നതാണ്. ഇതിലും ഇതേപോലെ കുറെ കാര്യങ്ങൾ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിലും പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ തോന്നിവാസങ്ങൾ, തമ്മാടിത്തരം, കൊലപാതകങ്ങൾ, അക്രമങ്ങൾ ഒക്കെ അയച്ചുവിട്ടിട്ട് സ്നേഹത്തിന്റെ, ഐക്യത്തിന്റെ എന്നും മാഞ്ഞാളം പറഞ്ഞു വരുന്നു. അതുകൊണ്ട് തന്നെ മശായിഖുമായി ബന്ധമില്ലാത്തത് കൊണ്ട് തന്നെ മനുഷ്യർക്കൊപ്പം നിൽക്കാൻ വഹാബിക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ മശായിഖന്മാരുമായി ബന്ധമില്ലാത്തത് കൊണ്ട് മനുഷ്യർക്കൊപ്പം നിൽക്കാൻ കഴിയില്ല എന്ന്. മനുഷ്യന്മാരെ കൊന്നു തള്ളിയിട്ടാണ് ഈ പറയുന്നത്. ഇത്രമാത്രം തോന്നിവാസങ്ങളും തമ്മാടിത്തരങ്ങളും കൊലപാതകങ്ങളും അക്രമങ്ങളും ഒക്കെ നടത്തിയിട്ട് ഉളുപ്പില്ലാതെ മറ്റുള്ളവരുടെ പെരടിക്ക് കയറി അവരുടെ പേരിൽ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കണമെങ്കിൽ ഇവന്റെ പഴയ ചങ്ങാതി തന്നെ പറഞ്ഞത് അല്പസ്വല്പം തൊലിക്കട്ടിയൊന്നും പോരാ. അതേ അല്പസ്വല്പം തൊലിക്കട്ടിയൊന്നും പോരാ ഈ രീതിയിൽ പച്ച തോന്നിവാസം പറയാൻ. ഇനിയും നിരവധി കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. പ്രവാചകൻ സാധാരണ മനുഷ്യനാണ് എന്ന് മുജാഹിദുകൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി കാര്യങ്ങൾ. ഞാൻ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി എന്ന് പറയുന്ന ഇന്നിവന്റെ ശത്രുവാണെങ്കിലും അന്ന് ഇവന്റെ ഉസ്താദായിരുന്ന ഇവനൊക്കെ ആ കൂടാരത്തിൽ ഉള്ളപ്പോൾ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, പ്രവാചകൻ കേവലം ഒരു സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണെന്ന്. ഉമർ മൗലവി എഴുതി വെച്ച പുസ്തകം അവന്റെ കയ്യിലുണ്ട്, അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഇവരുടെ ഉസ്താദായ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി തന്നെ പറയും. നമ്മളൊക്കെ കേട്ടതാണ്. എന്നാണ് അത് ഇറക്കുന്നത് ആരാണ് എന്നറിയോ? ഉമർ മൗലവിയാണ്. ഉമർ മൗലവിയുടെ സെൽസബീൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി കേവല സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവൻ കാഫിറാണെന്ന് ഉമർ മൗലവി പറയുന്നു. സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് ആരോടും വിദ്വേഷമില്ല, വൈരാഗ്യമില്ല. ഉമർ മൗലവി സത്യം പറഞ്ഞാൽ ഞങ്ങളും അത് അംഗീകരിക്കും. വീഡിയോ ലെങ്ത് കൂടണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇനിയും നിരവധി പുസ്തകങ്ങൾ, നിരവധി ക്ലിപ്പുകൾ. ഇവരുടെ ഭ്രാന്തനായ ഷെയ്ഖ് ഉണ്ടല്ലോ, മജ്ദൂബായ ഷെയ്ഖ് ഉണ്ടല്ലോ, ആ ഷെയ്ഖിന്റെ ഒക്കെ ഒരുപാട് ക്ലിപ്പുകൾ ഇവരുടെ മുസ്ലിയാക്കന്മാർ പറഞ്ഞു വെച്ചത്, മഹത്വമായി പറഞ്ഞു വെച്ച പച്ച തോന്നിവാസം, പച്ച വർഗീയത, ഹോട്ടൽ കത്തിച്ച സംഭവം, അങ്ങനെ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ട് എന്നറിയോ? നിരവധി സംഭവങ്ങൾ ഉണ്ട്. ലെങ്ത് കൂടണ്ട എന്നത് കൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.
ഇതിനു മാത്രം തോന്നിവാസങ്ങൾ സ്റ്റേജിലൂടെ വിളിച്ചു പറയുകയും പേജിലൂടെ എഴുതി വെക്കുകയും ജനങ്ങൾക്കിടയിൽ അക്രമങ്ങൾ അയച്ചുവിടുകയും ഒക്കെ ചെയ്തിട്ട് ഇവർ വലിയ സ്നേഹത്തിന്റെ ആളുകൾ, മാന്യന്മാർ. മറ്റുള്ളവരൊക്കെയോ, അവരൊക്കെ ഭീകരവാദികൾ, ISIS ആളുകൾ.